ഒരു ബാങ്കായിട്ട്, മിനിയേച്ചർ ബാങ്കായിട്ട് വേണമെങ്കിൽ പറയാം. അവിടെ നീ ചെയ്യുന്നത്, നീ ഇപ്പോൾ ഒരു സ്ലിപ്പ് എഴുതി കൊടുത്ത് നമ്മൾ ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യുന്നു. അതാണല്ലോ നിങ്ങൾ ട്രാൻസാക്ഷൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ചെക്ക് കൊടുക്കുന്നു, ചെക്കിന് ഓരോ സ്ലിപ്പ്, നമുക്ക് അക്കൗണ്ടിലുള്ളവർ നമ്മളൊരു സ്ലിപ്പ് കൊടുത്ത് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നു. അതിന് പകരം അവരുടെ ഒരു കാർഡ്, ആ സ്ലിപ്പിന് പകരമുള്ള റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാർഡാണ് നമ്മുടെ ATM എന്ന് പറയുന്നത്. വി ക്യാൻ ജനറേറ്റ് ATM പിൻസ്. ഇറ്റ്സ് അവർ ഓൺ പർപ്പസ്, അല്ലെ അവർ ഓൺ നീഡ്. നമ്മുടെ ഉദ്ദേശം നമുക്ക് എപ്പോഴും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പിൻ അതിനകത്തുണ്ട്. അത് വെച്ച് നിങ്ങൾ ATM നിന്ന് പൈസ വിഡ്രോ ചെയ്തതും ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ തന്നെയാണ്. ഇനി അനന്യ മൈക്കോണായിക്കോ, ഇനി നീ എപ്പോഴെങ്കിലും ഓൺലൈൻ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? എപ്പോഴും നിങ്ങളെല്ലാവരും ഈ ഒരു ഏജിലുള്ള എല്ലാ കുട്ടികളും നിങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ടല്ലേ? നിങ്ങളവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ ബാങ്ക് ഒരു ഇന്റർമീഡിയേറ്ററായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ ഫെഡറൽ മീൻസ് നിങ്ങളിപ്പോൾ പേടിഎം, എന്താ പറയുക, ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മിന്ത്രയിൽ നിന്നോ പിന്നെ AJIO അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. എവിടുന്നെങ്കിലും നിങ്ങൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസാക്ഷൻ വരുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഈ ബാങ്കും അവരുടെ ബാങ്ക് ഏതാണോ, എനിക്ക് തോന്നുന്നു ആക്സിസ് ബാങ്ക് മറ്റോ കണ്ടാണെന്ന് തോന്നുന്നു, ഫെഡറൽ ബാങ്കിന്റെ ഈ പേടിഎമ്മിന്റെ പേടിഎം അല്ലല്ലോ, എന്താ പേര്, സാധനത്തിന്റെ പേര് പറഞ്ഞിട്ടുമല്ലോ, ആമസോൺ അല്ല, മറ്റേതിന്റെ പേര് ഫ്ലിപ്കാർട്ട്. അവർക്കൊരു ബാങ്ക് ഉണ്ട്. ഈ എല്ലാ ട്രാൻസാക്ഷനും നിന്റെ ബാങ്ക്, നീ അടയ്ക്കുന്ന പേയ്മെന്റ്, നീ കൊടുക്കുന്ന പേയ്മെന്റ്, അതിപ്പോ നീ UPI വയ പേ ചെയ്യുന്നതെന്ന് വെച്ചു, UPI ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ, UPI ട്രാൻസാക്ഷൻ വഴി ചെയ്യുന്ന പേയ്മെന്റ് ആണെങ്കിൽ നിന്റെ ബാങ്കിൽ നിന്നാണ്, ബാങ്കും UPIയും കണക്റ്റഡ് ആണ്. നമ്മളുടെ ബാങ്കും നിങ്ങളുടെ പാൻ കാർഡും കണക്റ്റാണ്, നിങ്ങളുടെ ബാങ്കും നിങ്ങളുടെ ആധാർ കാർഡും കണക്റ്റഡ് ആണ്. ഈ പറഞ്ഞ ആധാറും പാനും എല്ലാം നിങ്ങളുടെ ഫോണുമായി കണക്റ്റഡ് ആണ്. ഫോൺ UPIയുമായി കണക്റ്റഡ് ആണ്. ഫോൺ ത്രൂ ആണല്ലോ നിങ്ങൾ UPI ട്രാൻസാക്ഷൻ വരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ നിങ്ങൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ ചെയ്യുന്ന എല്ലാം നിങ്ങളുടെ ബാങ്കിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ഒറ്റ സെക്കൻഡ്, ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് വന്നിട്ടുണ്ടോ? ചെയർമാൻ വരുന്നു. ഹലോ. അപ്പോൾ നിങ്ങൾ ആരും ഇതുവരെ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങളെല്ലാവരും ഒന്നല്ലെങ്കിൽ ഒരു ദിവസം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ദിവസം എന്തോരം ട്രാൻസാക്ഷൻ പോകുന്നത് എനിക്ക് വേണ്ടി കൊടുത്തില്ല. സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കി അറിയാൻ പറ്റും, അത്രയും ട്രാൻസാക്ഷൻ. കാരണം നമ്മളിപ്പോൾ മെജോറിറ്റി ആളുകളും കയ്യിൽ ക്യാഷ് കൊണ്ട് നടക്കാറില്ല. നിങ്ങളിപ്പോൾ എത്ര പേര്, ഞാനിപ്പോൾ പ്യൂർലി ക്യാഷ് അങ്ങനെ ബൈ ഹാൻഡ് അങ്ങനെ നടക്കാറില്ല. എപ്പോഴും ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും QR ഉണ്ട്. ഫോൺ എടുക്കുന്നു, ഏതെങ്കിലും ഒരു പേയ്മെന്റ് ഗേറ്റ് വേ ആപ്പ് എടുക്കുന്നു, നേരെ അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നു, മീൻസ് നമ്മുടെ QR കോഡിലേക്ക് വെക്കുന്നു, പേയ്മെന്റ് ചെയ്യുന്നു. വളരെ എളുപ്പമാണ്. ഇതിപ്പോ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആക്കിയെന്ന് വേണേൽ പറയാൻ പറ്റും. കുറച്ചു കാലം മുന്നേ, ദാറ്റ് മീൻസ് ഒരു 2016 മുന്നേ, ഒരു 9 വർഷമായി, ഒരു 10-15 വർഷം മുന്നേ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി ചടങ്ങ് പരിപാടിയാണ്. 15 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ 2010, നിയർലി 2010, ഞാൻ BTech പഠിച്ചു തുടങ്ങിയ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഫണ്ട് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് പരിപാടിയാണ്. അപ്പോൾ എനിക്ക് കോളേജിന്റെ ഫീസ് അടയ്ക്കണമെങ്കിൽ ഞാൻ എൻ്റെ കോളേജ് കുറ്റിപ്പുറം MS പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ, ഹലോ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ മക്കളെ? പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കോളേജ് പ്രിഫർ ചെയ്യുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. കാരണം ക്യാമ്പസിനകത്ത് ആ ബാങ്ക് ഉണ്ട്. അപ്പൊ ഈ ബാങ്കിലേക്ക് വേണം നമ്മൾ അക്കൗണ്ട്, കോളേജിന് അക്കൗണ്ട് ഉള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്. അപ്പം നമ്മൾ ഇപ്പം SBI പോയിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. പക്ഷേ ആ ബില്ല് മാറി വരാൻ ടൈം എടുക്കും. ഇപ്പൊ നമ്മൾ ഈ ഫീസൊക്കെ ആകുമ്പോൾ റിസ്ക് എടുക്കൂല. കാരണം നമ്മൾ അല്ലെങ്കിൽ ഫീസ് അടച്ചില്ല എന്നല്ലെങ്കിൽ ഫീസിന്റെ പ്രൂഫ് ആണെങ്കിൽ മെനക്കേടാം. അപ്പൊ നമ്മളെപ്പോഴും സെയിം ബ്രാഞ്ചസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം എവിടെയെങ്കിലും കേരളത്തിൽ ഞാൻ കൊല്ലകാരനാണ്, ബാങ്ക് മലപ്പുറം ആണല്ലോ എൻ്റെ കോളേജ് ബാങ്ക്. അപ്പം പഞ്ചാബ് നാഷണൽ ബാങ്ക് നമ്മുടെ നാട്ടിൽ കരുനാഗപ്പള്ളിലൊന്നും കുറവായിരുന്നു, കൊല്ലത്താണ് ബാങ്ക് ഉള്ളത്. ഞാൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് എനിക്ക് കൊല്ലത്ത് എക്സാക്ട് എവിടെയാണെന്ന് അറിയത്തില്ല, കൊല്ലത്ത് എവിടെയുണ്ട്. അങ്ങനെ ഞാൻ കൊല്ലത്ത് വന്നിട്ടാണ് ഫീസ് അടച്ചിട്ടുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കൊല്ലത്ത് വന്ന് ആദ്യത്തെ തവണ ഞാൻ ഫീസ് അടച്ച കൊല്ലത്ത് വന്നിട്ടാണ്. രണ്ടാമത്തെ തവണ ഇത് കൊല്ലം വരാനുള്ള ബുദ്ധിമുട്ടാണ്, വാപ്പിച്ച് എൻ്റെ പൈസ ഒന്നും ഈ കോളേജ് വേണം അടക്കണം പറഞ്ഞു. കോളേജ് വന്നിട്ട് ഞാൻ അവിടുത്തെ ഹോസ്റ്റലിൽ പോയിട്ട്, മീൻസ് അവിടുത്തെ ബാങ്കിൽ പോയിട്ടാണ് ഞാൻ അടച്ചത്. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മളുടെ അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അതൊരു യുണീക്ക് നമ്പർ ആയിരിക്കും. എൻ്റെ അക്കൗണ്ട് നമ്പർ ഒരിക്കലും വേറെ ആക്കി വരില്ല. ഇപ്പൊ നിങ്ങൾക്ക് നോക്കി അറിയായിരിക്കും, മീൻസ് പഴയ കഥ പറയാം, എന്നിട്ട് പുതിയതിലേക്ക് വരാം. അപ്പോൾ ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടാവും,
നമുക്കൊരു ബ്രാഞ്ച് ഉണ്ടാവും. അക്കൗണ്ട് നമ്പറും ബ്രാഞ്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്ന് ഈ പറഞ്ഞ IFSC കോഡ് ഉണ്ടെങ്കിലും അത്ര വലിയ പ്രചാരത്തിൽ പോകുന്ന സാധനമല്ല. കാരണം അത് ഓൺലൈൻ ട്രാൻസാക്ഷൻ സമയത്താണ് നമുക്ക് IFSC കോഡ് അത്രയേറെ ഇമ്പോർട്ടൻസ് വരുന്നത്. പിന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന നേരത്ത് നമ്മളിപ്പം അക്കൗണ്ട് നമ്പർ എഴുതിയിട്ട് നമ്മളെ ബ്രാഞ്ച് എഴുതി കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിൽ അങ്ങനെ ഒരൊറ്റ അക്കൗണ്ടേ ഉണ്ടാവുള്ളൂ. ഇനി ബ്രാഞ്ച് നോക്കണ്ട, അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത് വലിയ 16 ഡിജിറ്റോ മറ്റോ വരുന്നത്, ആ ഡിജിറ്റ് ഒരിക്കലും വേറൊരാൾക്ക് വരില്ല. അതൊരു യുണീക്ക് അക്കൗണ്ട് നമ്പർ ആയിരിക്കും. അത് കേരളത്തിൽ ഏത് ബാങ്കിൽ പോയാലും, സോറി കേരളത്തിലല്ല, ഇന്ത്യയിൽ ഏത് ബാങ്കിൽ പോയാലും ആ അക്കൗണ്ട് നമ്പർ അതിന്റെ പേര് തന്നെ ആയിരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 3 അക്കൗണ്ട് ഉണ്ട്. ഫെഡറൽ ബാങ്കിലുണ്ട്, സ്റ്റേറ്റ് ബാങ്കിലുണ്ട്, എൻ്റെ ധനലക്ഷ്മിയിലുണ്ട്. ഈ 3 അക്കൗണ്ടിലും ഞാൻ ഒറ്റ ഓണറാണ്. പണ്ട് കാലത്ത് ഒരുപാട് അക്കൗണ്ടൊക്കെ ഹോൾഡ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് അക്കൗണ്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട്സ് എണ്ണം കൂടുന്നതനുസരിച്ച് കൊടുക്കേണ്ട പേയ്മെന്റിൽ, കാരണം ഇത് അറിയാൻ പറ്റും, നമ്മുടെ ഫോണുമായി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് 3 അക്കൗണ്ട് ഉള്ളത് ഗവൺമെന്റ് അറിയാൻ പറ്റും. ഈ അക്കൗണ്ടിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷനും ഗവൺമെന്റ് നോക്കുന്നുണ്ട്. ഒരു 2016 മുന്നേ ഈ പറഞ്ഞ പോലെ എല്ലാവരും അക്കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെയും ആളുകളുടെ അക്കൗണ്ടിലുള്ള ട്രാൻസാക്ഷൻ വളരെ കുറവായിരുന്നു. അപ്പം ഒന്നെങ്കിൽ RTGS അത് കേട്ടിട്ടുണ്ടോ? RTGS, നെഫ്റ്റ്, NEFT അതേ പറയാം പലരും. ഇപ്പൊ നിങ്ങളൊരു നമുക്ക് പണ്ടുള്ള റൂളാണ്, മോർ ദാൻ 50,000 റുപ്പീസ് നമുക്ക് ബാങ്കിൽ കൊണ്ടിടണമെങ്കിൽ നമുക്ക് പാൻ കാർഡ് വേണം. ലിക്വിഡ് ക്യാഷ് ആയിട്ട് നിങ്ങൾ ബാങ്കിൽ പോകുമ്പോൾ. അതുകൊണ്ടാണ് ആളുകൾ 49,000 രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടുപോകും. ബാക്കി പിന്നെ രണ്ടാമത്തെ ഫീസായിട്ട് ഒരു ദിവസം ട്രാൻസ്ഫർ ചെയ്യത്തില്ല. കാരണം അത് സോഴ്സ് ചോദിക്കുക, അങ്ങനെ എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ട് പണ്ട് കാലത്ത്. ഇപ്പൊ പിന്നെ കുറച്ചൊക്കെ ഒരുപാട് റെഗുലേഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട്. കാരണം പഴയ പോലെയല്ല ക്യാഷ് ട്രാൻസാക്ഷൻ, ഇപ്പൊ ഒരുപാട് ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പൊ പണ്ട് കാലത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ആളുകൾ കൂടുതലും റോൾ ചെയ്തിരുന്നത് കടകളിലായാലും എല്ലായിടവും ക്യാഷ് ആയിട്ടാണ് റോൾ ചെയ്യുന്നത്. ഒരിക്കലും അക്കൗണ്ടിലേക്ക് ആരും ഇടത്തില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ ആരും ഒന്നും ഓഡിറ്റിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഓഡിറ്റ് ചെയ്യാറില്ല. പിന്നെ ഇടയ്ക്ക് ഇൻകം ടാക്സ്, വലിയ വലിയ ട്രാൻസാക്ഷൻ വരുന്ന കടകളും കമ്പനികളും ഒക്കെ ആണെങ്കിൽ ഇൻകം ടാക്സ് കയറി ഇറങ്ങാറുണ്ട്. സ്വർണ്ണക്കടകൾ അങ്ങനെയുള്ള, കാരണം അവിടെ കള്ളത്തരങ്ങൾ കാണിക്കാനും എമൗണ്ട് കൂടുന്നതനുസരിച്ച് ആൾക്ക് പറ്റിക്കാനുള്ള ടെൻഡൻസി കൂടും. സ്വാഭാവികമായിട്ടും അവിടെ മാത്രം ഇൻകം ടാക്സ് ആര് നോക്കാറുണ്ട്. ചെറിയ ചെറിയ കടകളിലേക്കൊന്നും ഇൻകം ടാക്സ് കാര്യങ്ങളൊന്നും വരാറില്ല. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് മോഡിക്ക് നമ്മുടെ നൈസായിട്ട് 2016 ഒരു ഡീമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നോട്ട് അങ്ങനെ നിരോധിച്ചത്. നോട്ട് നിരോധിച്ചിട്ട് പിറ്റേന്നത്തെ പത്രത്തിലോ 3 ദിവസം കഴിഞ്ഞ പത്രത്തിലെങ്ങാണ്ട് ഫുൾ എല്ലാ പത്രത്തിലും ഫ്രണ്ട് പേജിൽ മോഡിക്ക് ഫുൾ സൈസ് ഫോട്ടോ വെച്ചിട്ട് പേടിഎം കരു എന്നൊരു ടാഗ് ലൈൻ കൊടുത്തിരുന്നു. ബേസിക്കലി മോഡിയും പേടിഎമ്മുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അവർ ആ സമയം ഒരു ബിസിനസ് ടൈക്കൂൺസ് ബുദ്ധിപരമായി അത് എങ്ങനെ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ കൺവെർട്ട് ചെയ്യാം എന്ന രീതിയിലാണ്. മോഡി ആകപ്പാട് വൻ കരച്ചിലായിരുന്നു. 50 ദിവസം തരൂ, ഇല്ലെങ്കിൽ എന്നെ വച്ചിക്ക് കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ നല്ല കിടിലൻ അഭിനയിച്ച് ആ സെയിം ടൈമിൽ പേടിഎമ്മുകാർ മോഡി വെച്ച ആഡം ഇട്ടു. അതിന് കേസ് കാര്യങ്ങളൊന്നും പോയില്ലെന്ന് തോന്നുന്നു, അറിയില്ല. എനിവേ ഒറ്റയടിക്ക് ആളുകൾ ഓൺലൈൻ ട്രാൻസാക്ഷനിലേക്ക് ഒറ്റ കുതിച്ചാട്ടമായിരുന്നു. ആ സമയത്ത് നമ്മുടെ അംബാനിജി ഓൾറെഡി വന്ന് ജിയോ തന്നു ആളുകൾ നെറ്റ്വർക്ക് മീൻസ് ഇന്റർനെറ്റ് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന സമയത്താണ് നോട്ട് നിരോധിക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവരും അക്കൗണ്ട്, കാരണം അന്ന് 2000 നോട്ട് 1000ഉം 500ഉം അങ്ങനെ നിർത്തി, നേരെ 2000ഉം 500ഉം ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് 1000 മിസ്സിംഗ് ആയി. അതുകൊണ്ട് തന്നെ എപ്പോഴും ട്രാൻസാക്ഷൻസ് നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയാൽ മാത്രമേ ഈസിലി ട്രാൻസാക്ഷബിൾ ആവുള്ളൂ. അതല്ലെങ്കിൽ അത് ക്രാക്ക് മീൻസ് വലിയ ബുദ്ധിമുട്ട് വരും. അത് നിങ്ങൾ ആൾറെഡി ഫേസ് ചെയ്തിട്ടുണ്ടോ? കാരണം 1000 നോട്ടിന് 500 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 500ന്റെ ആ സമയത്ത് 200 ഉണ്ടായിരുന്നു, 200 100 ഉണ്ടായിരുന്നു, 100 50, അന്ന് 50 കഴിഞ്ഞപ്പോൾ 20 ഒന്നും ഇല്ലായിരുന്നു. നേരെ 20 ഉണ്ടായിരുന്നു, 20 ഉണ്ടായിരുന്നു, 10, 10ന്റെ ഡിവിഷൻ 5, 5ന് 2, 1 അങ്ങനെ നോട്ടുകളുണ്ട്. പിന്നെ ഈ സെയിം സമയത്ത് തന്നെ കോയിൻസും ഉണ്ട്. നമ്മൾ അത് അങ്ങ് 20 വരെ വരുന്ന രീതിയിൽ കോയിൻസും ഉണ്ട്. ഇപ്പൊ അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ പറഞ്ഞ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന രീതിയിൽ ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് 2000 കഴിഞ്ഞിട്ട് അന്ന് 2 നോട്ട് കൊണ്ട് 1000 ഉണ്ടാക്കാനില്ല. 1000 ക്യാൻസൽ ചെയ്തിട്ട് 1000 നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും 4 നോട്ട് കൊണ്ടാണ് നമ്മൾ 4,500 വെച്ചിട്ടാണ് ഇതിനെ ബാലൻസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഇത് തമ്മിൽ വലിയ അന്തരമുണ്ട്. അന്നേ ആളുകൾ പറഞ്ഞു, അപ്പം കള്ളപ്പണം ഇനി വളരെ എളുപ്പമായി. പണ്ടാണെങ്കിൽ ഒരു പെട്ടിക്കകത്ത് 1 ലക്ഷം രൂപയ്ക്ക് 100 നോട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ആവുള്ളൂ. ഇനി വെറും 50 നോട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് 1 ലക്ഷം രൂപ ആവാം. അതായത് നമുക്ക് കടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒറ്റയടിക്ക് 2 ലക്ഷം ഒന്നിനെ ഡബിൾ ആക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവായിരുന്നു. എല്ലാ ബാങ്കിലേക്കും ലിമിറ്റഡ് നോട്ടുകളെ വന്നിട്ടുള്ളൂ. മാക്സിമം പോയാൽ 20,000 രൂപ എങ്ങാണ്ടാണ് അറ്റ് എ ടൈം മാക്സിമം വിഡ്രോ ചെയ്യാൻ ഒരാൾക്ക് പറ്റുള്ളൂ. അങ്ങനെ എന്തൊക്കെ റൂൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകളുടെ ക്യാഷ് ഇല്ലാണ്ട് എല്ലാവരും പെട്ടു. അതായത് ക്യാഷ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്,
നമ്മൾക്ക് ട്രാൻസാക്ഷന് വേണ്ടി നമ്മുടെ ക്യാഷ് ഇല്ല. അന്ന് 100-ന്റെ നോട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അത് അത് പിന്നെ പയ്യെ നിരോധിക്കുകയും ചെയ്തു തോന്നുന്നു. അപ്പോൾ മാറ്റി പുതിയിറക്കി. പക്ഷെ ആ ട്രാൻസാക്ഷൻ സമയത്ത് നമുക്ക് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തത്, നമുക്ക് അങ്ങോട്ട് ട്രാൻസാക്ഷൻ ആകുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് തരണം, നിങ്ങൾ എനിക്ക് തിരിച്ച് എന്തെങ്കിലും തരണം, ഇല്ലേ? ഞാൻ നിങ്ങൾക്ക് 100 രൂപ മാത്രം തരുന്നു, അതിനൊരു പിച്ച തരുന്നവരായിരിക്കും. അല്ല, നിങ്ങൾ എനിക്കൊരു 100 രൂപ തരുന്നു. ഇതിനകത്ത് ആരാ പേര്? ഐഷ. ഐഷ എന്തായാലും ഐഷയ്ക്ക് ഞാൻ ഒരു 100 രൂപ വെറുതെ കൊടുക്കും. ഐഷയ്ക്ക് ഞാൻ പിച്ച കൊടുക്കലായിരിക്കില്ലേ? ആ സമയത്ത് ഐഷയ്ക്ക് ഞാൻ 100 കൊടുത്തിട്ട് ഐഷയുടെ ഒരു കിലോ മാങ്ങ ഉണ്ടായിരുന്നു. ഐഷയുടെ ഒരു കിലോ മാങ്ങ ഞാൻ വാങ്ങിക്കും. അപ്പൊ ഐഷയുടെ കയ്യിൽ നിന്ന് ഒരു മാങ്ങ കൊടുത്ത് ഞാൻ വാങ്ങുമ്പോഴാണ് ട്രാൻസാക്ഷൻ ആവുന്നത്. ഒരു സാധനം പകരം അങ്ങോട്ടും ഇങ്ങോട്ടും തരാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നോട്ടിന്റെ ബാക്കിൽ എപ്പോഴും എഴുതിയിട്ടുണ്ട്, ഇത്ര ഇത് 100 രൂപയുടെ നോട്ടാണെങ്കിൽ 100 രൂപയ്ക്ക് ഇക്വലന്റ് ആയിട്ട് ഒരു സാധനത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ സാധനം നിൽക്കുന്നത് എന്ന രീതിയിലാണ് കറൻസി പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നത് തന്നെ. അതിന്റെ ബാക്കിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. കയ്യിൽ 500, 100 അല്ലെങ്കിൽ 10 എത്ര നോട്ട് എടുത്താലും അതിനകത്ത് ഒരു റൈറ്റപ്പ് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങളൊരു പിച്ചക്കാരന് കാശ് കൊടുക്കുന്നത് കണക്കിൽപ്പെടുത്തില്ല. ഇപ്പൊ നിങ്ങൾ പിച്ചക്കാരന്റെ അക്കൗണ്ടിലാണ് കൊടുക്കുന്നെങ്കിൽ അതൊരു ട്രാൻസാക്ഷൻ ആവുകയും, അതല്ല നിങ്ങൾ കയ്യിലാണ് കൊടുക്കുന്നെങ്കിൽ അതൊരു പ്യൂർ ബ്ലാക്ക് പരിപാടിയായിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ആരും കൊടുക്കണ്ട എന്നല്ല, ആർക്കും പൈസ കൊടുക്കണ്ട എന്നല്ല പറഞ്ഞു. അവിടെ ആ ഒരു കണക്കിപ്പെടാതെ നിങ്ങളുടെ ക്യാഷ് നിങ്ങൾ ഇപ്പോൾ 1000 രൂപ 100 പിച്ചക്കാർക്ക് 10 വെച്ച് കൊടുക്കുകയാണെന്ന് വെച്ചു, എന്ന് കൊടുത്തിരുന്നാലും ഇത് കണക്കില്ലാതെ പോവുക. ആ 100 രൂപ എങ്ങോട്ട് പോയെന്ന് വെച്ചാൽ 100 രൂപ പോയി. ട്രാൻസാക്ഷനിൽ എവിടെ കാണിക്കാനോ പറയാനോ പറ്റത്തില്ല. പിന്നെ നമുക്ക് ചാരിറ്റി എന്ന രീതിയിൽ പറയാൻ പറ്റും. ബട്ട് ചാരിറ്റി എന്ന രീതിയിൽ പറയണമെങ്കിൽ അത് അക്കൗണ്ടബിൾ ആയിരിക്കും. അത്ര നോട്ട് നോട്ടെ. 2014 പുള്ളി നോട്ട് ഇതിൽ വെച്ചപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് കയ്യിൽ ക്യാഷ് ഉണ്ട്, അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്, ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് പേടിഎമ്മിന്റെ സ്കാനിങ് പരിപാടിയും എല്ലാവരും പേടിഎം ആപ്പ് എടുത്തിട്ട്, പേടിഎം ആപ്പും നമ്മുടെ ബാങ്കുകളും തമ്മിൽ ലിങ്ക്ഡ് ആക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ട്രാൻസാക്ഷൻ തുടങ്ങി. ഈ ട്രാൻസാക്ഷൻ ഇതിൽ ഗവൺമെന്റ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ ട്രാൻസാക്ഷൻ ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് എത്തണം. ഈ പേടിഎമ്മിന്റെ കേസ് വെച്ചാൽ തമീം എന്ന വ്യക്തി, ഇപ്പൊ ഇതിനകത്ത് ജാബിർ, ഞാൻ ജാബിറിന് ഒരു 2000 രൂപ കൊടുക്കണമെന്ന് വെച്ചു. ജാബിറിന് സാധനം വാങ്ങിച്ച് 2000 രൂപ കൊടുക്കും. അപ്പൊ ഞാൻ ആദ്യമേ എന്റെ പേടിഎം ആപ്പിൽ കയറിയിട്ട് ഈ പറഞ്ഞ പൈസ പേടിഎമ്മിൽ ജാബിറിന് അയക്കുന്നു. ആദ്യമേ ഇത് തമീമിന്റെ അക്കൗണ്ടിൽ നിന്ന് പേടിഎമ്മിലേക്ക് വരുന്നു, പേടിഎമ്മിൽ നിന്ന് ജാബിറിന്റെ അക്കൗണ്ടിലേക്ക് പോകുന്നു. അപ്പൊ പേടിഎം എന്ന് പറഞ്ഞ ഒരു ഏജന്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അയാൾ ഇതിന് കുറെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻ ഒക്കെ പറയുന്നത് കമ്മീഷൻ ബേസ്ഡ് ആണ്. ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻസും കാര്യങ്ങളെല്ലാം നല്ല കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പയ്യെ കയ്യിരിപ്പുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെ ഫോൺ പേ വന്നു, ഗൂഗിൾ പേ വന്നു. എല്ലാവർക്കും മനസ്സിലായി ഇന്ത്യ ഒരു നല്ല മാർക്കറ്റിംഗ് സ്പേസ് ആണെന്ന്. എല്ലാവരും ആമസോൺ പേ, ഫ്ലിപ്കാർട്ട് പേ, എല്ലാവരും പേ എന്നും പറഞ്ഞ് കുറെ ഉണ്ടാക്കി. ഇപ്പൊ ജിയോ പേ വരെ വന്നിട്ടുണ്ട്. കാരണം അതിൻ്റെ അകത്തൊരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാശ് ഉണ്ടാക്കാനാണല്ലോ ഇവന്മാരിലേക്ക് കഷ്ടപ്പാട് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാറ്ററിലേക്ക് വരാം. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന കാരണം അവിടെ പോകുന്നത് നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയി. ഓൺലൈൻ ട്രാൻസാക്ഷൻ അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ്. പണ്ട് കാലത്ത് നിങ്ങളുടെ ചെക്ക് ലീഫിനകത്തോ, അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ ചെക്കായിരിക്കും കൊടുക്കുന്നത്. നല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചെക്ക് കൊടുക്കും, അല്ലെങ്കിൽ മറ്റേ മണി ഓർഡർ അയക്കാൻ പറ്റും. അങ്ങനെ കുറേ സ്കീമുകൾ ഉണ്ടായിരുന്നു. അതിൽ പിന്നെ നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ അന്നും ഉണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ സ്ലിപ്പിനകത്ത് നമ്മളുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് എഴുതിയിട്ട് ആരുടെ അക്കൗണ്ടിലേക്കാണോ കൊടുക്കുന്നത് അവൻ്റെ അക്കൗണ്ട് നമ്പർ എഴുതിയിട്ട് ഫ്രം ടു ഒക്കെ വെച്ചിട്ട് ഫ്രം ടു അല്ല ടു ഹൂം എല്ലാം എഴുതിയിട്ട് കൊടുക്കുന്നു. സെയിം അക്കൗണ്ടാണ്, സെയിം ബ്രാഞ്ചിലുള്ള ആളാണ്, സെയിം ബ്രാഞ്ചിനോടൊന്നുമില്ല, സെയിം എസ് ബി ഐ ആണെങ്കിൽ എസ് ബി ഐ അക്കൗണ്ട് ആണെങ്കിൽ ആ ദിവസം തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾ ചെക്ക് കൊടുക്കുകയാണെങ്കിൽ വേറെ ബ്രാഞ്ചിന്റെ ചെക്കാ, വേറെ ബാങ്കിന്റെ ചെക്കാണ് കൊടുക്കുന്നെങ്കിൽ ആ ചെക്ക് ചെക്ക് ചെയ്യും, എന്നിട്ട് പൈസ ഉണ്ടോ നോക്കും, അല്ലെങ്കിൽ അത് വണ്ടി ചെക്കാവും, ഇല്ല ചെക്ക് ബൗൺസ് ചെയ്യും. അപ്പോൾ ഉണ്ടോ നോക്കിയിട്ടേ നിങ്ങൾ അത് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അപ്പോൾ മറ്റേത് ഇപ്പോൾ കമ്പ്യൂട്ടറുണ്ട്, സിസ്റ്റം ഉണ്ട്, അവർ നേരെ ആ എമൗണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ മറ്റേ ഇതുണ്ടല്ലോ, ദുൽഖറിന്റെ മറ്റേ പടം ഉണ്ടല്ലോ, എൻ്റെ പേര് നമ്മൾ പോയി, ലക്കി ഭാസ്കർ എന്ന പടം. അതിൻ്റെ അകത്ത് ആദ്യത്തെ ക്യാഷ് ട്രാൻസാക്ഷനും പിന്നീട് കമ്പ്യൂട്ടറൈസ്ഡ് വരുമ്പോഴത്തേക്കുള്ള ട്രാൻസാക്ഷന്റെ ഇതും, കാരണം ഫണ്ട് ലെഡ്ജർ എഴുതിയൊക്കെ അതിന് ക്ലിയർ പറയുന്നുണ്ട്. അത് അഡ്വാൻറ്റേജ് ഒക്കെ എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അത് നോക്കിയാൽ മതി. പടം കാണാൻ പ്രൊമോട്ട് ചെയ്യില്ല. ആ പടം കാണുമ്പോൾ കുറച്ചും കൂടി അതിനെപ്പറ്റി പിക്ചർ കിട്ടും, ഐഡിയ നമ്മൾ പഠിച്ച കാര്യം കുറച്ചുകൂടി കാണാൻ പറ്റും, ഒരു വിഷ്വലൈസ് ചെയ്യുന്ന സുഖമുണ്ടല്ലോ. ഓക്കെ, ഇനി ആ സമയത്ത് തന്നെ ട്രാൻസാക്ഷൻ ഇപ്പൊ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് തന്നെ ഇലക്ട്രോണിക്സ് ഫണ്ട് ട്രാൻസാക്ഷൻ, ഈ ഫണ്ട് EPF എന്നും പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട്. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസാക്ഷൻ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ഇലക്ട്രോണിക്സ് ഫണ്ട് ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. ഇ-കൊമേഴ്സ് ഇൻവോൾവ് ട്രാൻസാക്ഷൻ യൂസിങ് ഇന്റർനെറ്റിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ഇ-കൊമേഴ്സ് ഈ ട്രാൻസാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ ഫണ്ട് ട്രാൻസ്ഫർ ആണ് നമ്മൾ ഈ പറയുന്നതെല്ലാം.
ടെക്നോളജി, നമ്മൾ ടെക്നോളജി IT ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ട്രാൻസാക്ഷൻ നടത്തുന്നത്. It is an electronic payment system. It is help to financial institution to conduct a financial transaction in website. ഇപ്പൊ നിങ്ങൾ ഏതൊരു പേയ്മെന്റ് ചെയ്യുമ്പോഴും ഒരു പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് പറഞ്ഞൊരു പേജ്. അപ്പോൾ നിങ്ങൾ ഏത് പേയ്മെന്റ്, ഗവൺമെന്റിന്റെ ആവട്ടെ നോൺ ഗവൺമെന്റ് ആവട്ടെ, എന്ത് പേയ്മെന്റ് ചെയ്യുമ്പോഴും ഒരു പേയ്മെന്റ് ഗേറ്റ്വേയോട് കൂടി മാത്രമേ പേയ്മെന്റ് കയറിപ്പോളൂ. ഇപ്പോൾ ഒന്നെങ്കിൽ ഏതെങ്കിലും ബാങ്കിന്റെ ഗേറ്റ്വേ ആയിരിക്കാം, അതല്ലെങ്കിൽ പ്രൈവറ്റ് ഗേറ്റ്വേസ് ആയിരിക്കാം. ഏതായാലും നിങ്ങൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് എഴുതി കാണിക്കും. നിങ്ങളിപ്പോൾ 1000 രൂപ വയ്ക്കുന്നു, അതിന്റെ പ്രോസസ്സിംഗ് ചാർജ് എന്നോ സർവീസ് ചാർജ് എന്നോ പ്ലസ് ഇത് ഒരു ടാക്സ്, എന്തെങ്കിലും ഒരു ടാക്സ് ചേർന്ന് പ്ലസ് GST എല്ലാം ചേർത്ത് ഇപ്പോൾ 1000 രൂപയ്ക്കാണെങ്കിൽ 1002 രൂപ അല്ലെങ്കിൽ 1003 രൂപ. നിങ്ങൾ ആലോചിക്കോ, നമ്മൾ പറയും 3 രൂപയുള്ള 1000 രൂപയ്ക്ക് 3 രൂപ, പോട്ടെ 3 രൂപ എന്ന് പറയും. പക്ഷെ ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻസ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഒരു മെനക്കെടാതെ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നൊരു 3 ലക്ഷം, ഒരു ദിവസം ഒരു 10 ലക്ഷം ആൾക്കാർ ട്രാൻസാക്ഷൻ. കാരണം ഒരു ട്രാൻസാക്ഷൻ അങ്ങോട്ട് ചെയ്ത് തിരിച്ചു ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസാക്ഷൻ വരികയാണല്ലോ. നമ്മൾ ഇന്ത്യ 10-700 കോടി ആൾക്കാർ, 10-70 കോടി ആൾക്കാർ മുകളിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആളുകളാണ്. കാരണം എൽഡേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതിൻ്റെ അകത്ത് എങ്ങനെ പോയാലും ഒരു 50 കോടി ആളുകളൊക്കെ പാവങ്ങൾ, ഗതിയില്ലാത്ത പാവങ്ങൾ, അല്ലെ എല്ലാ പൈസ ഇല്ലാത്ത ഒരു 10-30 കോടി നമ്മളങ്ങ് ഒഴിവാക്കി. 50 കോടി ആളുകളുണ്ട്. ഈ ആളുകൾ ഒരു ദിവസം എങ്ങനെ 100 രൂപ വെച്ച് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചു. അതിന്റെ ഇൻട്രസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ 1.5% ഒരു കമ്പനി പിടിക്കുന്നു വെച്ചു. ആലോചിക്കുക എത്ര കോടി രൂപ വന്നു, ഒരു ചെലവും ഇല്ലാണ്ട് ഈ പറഞ്ഞ ഗേറ്റ് കിട്ടിയേക്കുന്നത്. ആലോചിച്ച് വെക്കും. ഇത് എല്ലായിടവും നടക്കുന്ന കാര്യം തന്നെയാണ്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. ഇനി നമുക്കിവിടെ പറയാനുള്ളത് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസാക്ഷൻ എന്നത് എക്സ്ചേഞ്ച് ഓഫ് മണി ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ അക്കൗണ്ട് ത്രൂ കമ്പ്യൂട്ടർ. ഒരു കാർഡ് ഹോൾഡർ ഉണ്ട്, മീൻസ് കാർഡ് ഹോൾഡർ ഉണ്ട്. ഇവിടെ നടക്കുന്നതിൻ്റെ അകത്ത് ഒരു കസ്റ്റമേഴ്സും അതുപോലെ തന്നെ കൺസ്യൂമറും ആണെന്ന് വെച്ചു. കസ്റ്റമറും കൺസ്യൂമറും. ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും തേർഡ് പാർട്ടി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. അവിടെ നോട്ടെ, അത് ഏതെങ്കിലും ഒരു ബാങ്ക്. എന്നിട്ട് EPF നെറ്റ്വർക്ക് എന്ന നെറ്റ്വർക്കിലേക്ക് നമ്മൾ ക്യാഷ് അയക്കുന്നു. ഇന്ന അക്കൗണ്ടിലേക്ക്, ഇന്ന അക്കൗണ്ട് എന്താടാ സാറ് ലെഫ്റ്റ് ആയോ? ഇത് തോന്നുന്നു
എടാ എല്ലാരും ഇറങ്ങിക്കോ.